ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാവിലെ തന്നെ ക്ലീനിങ് ആണ് കേട്ടോ. ഇന്ന് അത്തം ദിവസമാണ്, ഓണത്തിൻ്റെ തുടക്കമല്ലേ. അപ്പോൾ രാവിലെ തന്നെ നേരത്തെ എഴുന്നേറ്റു. ഇനിയിപ്പോൾ ഇന്ന് മുതലൊരു പ്രത്യേകത ഉണ്ട്. രാവിലെ കുറച്ച് അധികം സമയം വേണം. രാവിലെ പൂക്കളുണ്ടതല്ലേ. അപ്പോൾ രാവിലെ ഒരു 5 മണിക്ക് തന്നെ എണീറ്റു. രാവിലത്തെ അടിക്കലും തുടക്കലും എല്ലാം കഴിഞ്ഞിട്ടാണ് കേട്ടോ പൂക്കളിടാനുള്ള ഒരുക്കം. പൂവൊക്കെ റെഡിയാക്കി വെച്ചിട്ടാണ്. അധികം പൂവൊന്നുമില്ല, കുറച്ച് പൂവൊക്കെ ഉള്ളൂ. അപ്പോൾ അതിനെയൊക്കെ ഒന്ന് ഇതളുകളാക്കി റെഡിയാക്കി വെച്ചു. അത്തം ദിവസം ഇട്ട പൂക്കളാണ് കേട്ടോ ഇത്. പൂക്കളിടാൻ വേണ്ടിയിട്ട് ചാണകം മെഴുകാൻ വേണ്ടി കുറച്ച് വെള്ളം മുറ്റത്ത് കൊണ്ടുവന്ന് വെച്ചതാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു കാക്ക വന്നാൽ വെള്ളം കുടിക്കുകയാണ്. അപ്പോൾ ഞാനത് കുടിച്ചോട്ടെ എന്ന് കരുതി കുറച്ച് സമയം മാറി നിന്നു. പൂക്കളിടലൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ പോയിട്ടോ. ഇന്ന് കർക്കിടക മാസം അവസാനിക്കുകയല്ലേ, 31-ാം തീയതി അല്ലേ. പിന്നെ അത്തമാണ്, അപ്പം ഒന്ന് പോയി തൊഴുകാമെന്ന് കരുതി. പിന്നെ അമ്പലത്തിൽ ഇന്നൊരു വിശേഷമുണ്ട്, നിറപുത്തിരി എന്നൊക്കെ പറയും. അങ്ങനെ ഒരു സംഭവമാണ്. ചിങ്ങ 1-നാണ്. അപ്പോൾ ഇവിടെ ഒന്ന് സൺഡേ കാരണം അത്തമൊക്കെ ആയ കാരണം ഇന്നാണ്. അപ്പോൾ അവിടെ പോയിട്ട് അവിടുന്ന് ഇങ്ങനെ കതിരൊക്കെ കിട്ടും. അത് നമ്മൾ കൊടുന്നിട്ട് വീടിൻ്റെ ഫ്രണ്ട് വാതിലിലൊക്കെ വയ്ക്കും, ഫ്രണ്ട് ഭാഗത്ത് വയ്ക്കും. അപ്പോൾ അത് നമുക്ക് നല്ലൊരു ഐശ്വര്യമാണ് എന്നാണ് പറയുന്നത്. ഈ അമ്പലത്തിൽ നിന്ന് കിട്ടണ നെൽക്കതിര് നമ്മൾ വീട്ടിൽ വെക്കുമ്പോൾ അണിഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ വെക്കണത്. അപ്പോൾ അണിയുക എന്ന് പറയുന്നത് പച്ചരി അരച്ചിട്ട് അതുകൊണ്ടാണ് അണിയണത്. ഇങ്ങനെ ഗ്ലാസ്സിൽ മുക്കിയിട്ട് റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് അങ്ങനെ വാതിലൊക്കെ ആക്കിയിട്ടാണ് അണിയുക. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരുമാതാംകുന്ന് അമ്പലത്തിൽ പോവുകയാണെന്ന്. ഇന്ന് എല്ലാ കണ്ണനും ചന്തുമൊക്കെ വീട്ടിലുണ്ട്. അവർക്കൊക്കെ ഇന്ന് ലീവല്ലേ. അപ്പോൾ അവരെയൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ അമ്പലത്തിലൊന്ന് പോയി തൊഴുകാമെന്ന് കരുതി. ഇന്ന് കർക്കിടക മാസം അവസാനിക്കുകയല്ലേ. ചന്തുവൊക്കെ ഹോസ്റ്റലിൽ നിന്ന് വന്നപ്പോൾ ജീൻസ് ഇട്ടിട്ടാണ് വന്നത്. അപ്പോൾ അവൾക്ക് പിന്നെ അമ്പലത്തിൽ പോണ കാര്യം ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ ആ ജീൻസ് ഇട്ടിട്ട് അമ്പലത്തിൽ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ പോകുമ്പോൾ എൻ്റെ ഒരു ചുരിദാർ ഇട്ടിട്ടാണ് പോയത്. അത് അവൾക്ക് ഭയങ്കര ടൈറ്റായിരുന്നു. അപ്പോൾ പോണ വഴിക്ക് വേറൊരു ഷോപ്പിൽ കയറിയിട്ട് അവൾക്കൊരു ചുരിദാർ എടുത്തു. എന്നിട്ട് അത് ഇട്ടിട്ടാണ് കേട്ടോ അമ്പലത്തിൽ പോയത്. അവിടെ എത്തിയപ്പോൾ അവിടുത്തെ പൂക്കളാണ് കേട്ടോ അത്. നല്ല ഭംഗിയുണ്ടായിരുന്നു. ചന്തു പിന്നെ അതിലേക്ക് ഓടി നടന്ന് ഫോട്ടോസും വീഡിയോസും എടുക്കുമായിരുന്നു. അവൾക്ക് എവിടെ ചെന്നാലും ഇതാണ്, സെൽഫി എടുക്കലാണ് മെയിൻ പരിപാടി. അപ്പോൾ അതിലേക്ക് നടന്ന് കുറേ സെൽഫിയൊക്കെ എടുത്തു, കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ അമ്പലത്തിലെ അന്നദാനം കൂടെ കഴിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. 1 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. പിന്നെ വീട്ടിൽ വന്നിട്ടൊരു ഇഞ്ചിക്കറി ഉണ്ടാക്കാമെന്ന് കരുതി. കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. കുറച്ച് ഇഞ്ചി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഇങ്ങനെ ഒരുപാട് ദിവസം ഇരിക്കുമ്പോൾ കേടൊക്കെ വന്ന് പോവില്ലേ. അപ്പോൾ അതിനെടുത്തൊരു ഇഞ്ചിക്കറി റെഡിയാക്കാമെന്ന് കരുതി. എന്തായാലും ഇനിയിപ്പോൾ ഓണമൊക്കെ ആയില്ലേ, അപ്പോൾ ഇഞ്ചിക്കറിയൊക്കെ വേണ്ടതല്ലേ. അപ്പോൾ ഇഞ്ചിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഇഞ്ചിയാണ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചോപ്പറിൽ ഇട്ടിട്ടാണ് കേട്ടോ ചെറുതാക്കണത്. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചോപ്പറിലിട്ടു. അപ്പം കുറേ ഇങ്ങനെ അരിയേണ്ട ആവശ്യമില്ലല്ലോ. എന്നിട്ട് ചട്ടിയിൽ വെച്ചിട്ട് നന്നായിട്ട് വറുത്തെടുക്കുകയാണ്. നല്ല ചുമന്ന് വരുന്നവരെ വറുത്തെടുക്കണം. നന്നായി എണ്ണ ഒഴിച്ചിട്ടാണ് കേട്ടോ വറക്കണത്. അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുത്തു. അതും നന്നായിട്ട് ബ്രൗൺ കളറാവുന്നവരെ വറുത്തെടുക്കുകയാണ്. വെള്ളമൊന്നും കൂട്ടരുത്, വെള്ളം കൂട്ടാതെ അരച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നന്നായിട്ട് മൊരിഞ്ഞ പോലെ വറുത്തെടുക്കണേ. പിന്നെ അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റുക. അതിലേക്ക് വെള്ളം ചേർക്കാതെ ഈ അരച്ചെടുത്ത ഇഞ്ചി മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ വറുത്തെടുത്തതും കൂടെ പൊടിച്ചാണ് എടുക്കണം. വെള്ളം ചേർക്കാതെ നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യണത്, പൊടിച്ച പോലെ. അതും കൂടെ ചേർത്ത് പുളിവെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി കുറുക്കി എടുക്കുകയാണ് ചെയ്യണത്. കുറുകി വന്നപ്പോൾ ഈ ഒരു പരുവായിട്ടുണ്ട് കേട്ടോ. നമ്മൾ നന്നായി അത്യാവശ്യം നല്ല എണ്ണ ഒഴിക്കുന്നുണ്ട്. അതാണ് ഇങ്ങനെ എണ്ണ മുകളിൽ ഇങ്ങനെ തെളിഞ്ഞ് നിൽക്കണത്. ഇനി ഇതിൽ തേങ്ങയും വേണമെങ്കിൽ വറുത്തരയ്ക്കാം കേട്ടോ. ഈ മല്ലിപ്പൊടി മുളക് പൊടിയും നന്നായിട്ട് മൂപ്പിക്കണില്ലേ, അതിൻ്റെ കൂടെ തേങ്ങയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വറക്കുക. അപ്പോൾ തേങ്ങ ഇവിടെ ആർക്കും തേങ്ങ അരച്ച ഇഞ്ചിക്കറി ഇഷ്ടമല്ല. അത് കാരണമാണ് ഇങ്ങനെ വെറും മല്ലിപ്പൊടി മുളക് പൊടിയും വറുത്ത് അരയ്ക്കണത്. അതിലേക്ക് പുളിവെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ലാസ്റ്റ് ആകുമ്പോൾ ഈ ഒരു പരുവായിട്ടുണ്ടാവും. അപ്പോൾ ഇത് എത്ര ദിവസം വേണമെങ്കിലും വയ്ക്കുക, പെട്ടെന്ന് കേടുവന്ന് പോവുമൊന്നുമില്ല. തേങ്ങ അരച്ച ഇഞ്ചിക്കറി ആകുമ്പോൾ ഒരാഴ്ചയൊക്കെ ഇരിക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ കേടൊക്കെ വരും. അപ്പം ഇന്ന് രാത്രിയിലെ ഭക്ഷണത്തിന് അച്ചാറും ഇഞ്ചിക്കറിയും തക്കാളി കൂട്ടാനും ഉപ്പേരിയും പയറുപ്പേരിയും മുട്ട പൊരിച്ചതും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.